ചെറുകഥ സമയദോഷം. രചന അവതരണം ബിനു പേരയം. സമയദോഷം. കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം കൊണ്ടാണോ, മണ്ണിന്റെ പോരായ്മയാണോ ശ്രീധരൻ നായരുടെ 2 ഏക്കർ പാടത്തെ നെൽകൃഷി പൂർണ്ണമായി നശിക്കുവാൻ കാരണം? ഇത് കണ്ടെത്താൻ കൃഷി ഓഫീസ് ഹാളിൽ വിപുലമായ യോഗം നടക്കുന്നു. ഗ്രാമത്തിലെ ഏറെക്കുറെ കർഷകരും കാരണമറിയാൻ ഏറെ ആകാംക്ഷയോടെ ഹാളിൽ ഒത്തുകൂടിയിട്ടുണ്ട്. കൂട്ടത്തിൽ ശ്രീധരൻ നായരും. രാവിലെ നടന്ന കർഷകരെ ആദരിക്കുന്ന ചടങ്ങിൽ വച്ച് ഏറ്റവും നല്ല കർഷകനായി ശ്രീധരൻ നായരെ ആദരിച്ചുവെങ്കിലും കൃഷിനാശം മൂലമുണ്ടായ വലിയ സാമ്പത്തിക ബാധ്യത ശ്രീധരൻ നായരെ വല്ലാതെ തളർത്തിയിരുന്നു. അതിൻ്റെ ദുഃഖഭാവം ആ മുഖത്ത് സദാ പ്രകടവുമായിരുന്നു. കൃഷി ഓഫീസർ രാകേഷ് തമ്പിയുടെ അധ്യക്ഷതയിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടറും ആ ഗ്രാമവാസിയുമായ ശരത്ചന്ദ്ര മേനോന്റെയും മണ്ണ് പരിശോധനാ ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ സൂപ്രണ്ട് ഡോക്ടർ സൂസമ്മ വർഗീസിന്റെയും സാന്നിധ്യത്തിൽ യോഗം ആരംഭിച്ചു. ഈ വർഷം ശ്രീധരൻ നായരുടെ 2 ഏക്കർ പാടത്തെ നെൽകൃഷി നശിച്ചതിന്റെ കാരണങ്ങൾ കണ്ടെത്തുക എന്ന പ്രധാന ചർച്ചാ വിഷയം കൃഷി ഓഫീസർ അവതരിപ്പിച്ചു. മണ്ണിലുണ്ടായ പിഴവുകളായിരിക്കില്ലേ ഇത്തരത്തിൽ ഒരു കെടുതി വരാൻ കാരണം? സദസ്സിലുള്ള ഒരു കർഷകന്റെ ചോദ്യം ഉണർന്നു. അതിനു മറുപടി പറയാൻ എഴുന്നേറ്റത് മണ്ണ് പരിശോധനാ ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ സൂപ്രണ്ടായിരുന്നു. ഒരിക്കലുമല്ല. ശ്രീധരൻ നായരുടെ പാടത്തെ മണ്ണിൽ ചില നിറവ്യത്യാസങ്ങൾ കണ്ടെത്തിയെന്ന് ഞങ്ങളെ അറിയിച്ചതിനെ തുടർന്ന് ഹൈഡ്രജൻ അളവ് കുറഞ്ഞിരിക്കുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ 2 പ്രാവശ്യമാണ് മണ്ണിന്റെ pH മൂല്യവും ജൈവാംശവും പരിശോധിച്ചത്. ആദ്യ പരിശോധനയിൽ pH മൂല്യം വളരെ താഴ്ന്ന് അസിഡിറ്റി കുറഞ്ഞു വന്നതിനാൽ ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം മണ്ണിൽ കക്ക പൊടിച്ചു ചേർത്ത് pH മൂല്യം 7 നിലനിർത്തിയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഡോക്ടർ സൂസമ്മ വർഗീസിന്റെ വിശദമായ വിശദീകരണത്തിലൂടെ മണ്ണിന്റെ തകരാറില്ലെന്ന് യോഗം വിലയിരുത്തി. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതാണോ? സദസ്സിൽ നിന്നും മറ്റൊരു ചോദ്യം ചർച്ചയ്ക്കായി ഉയർന്നു വന്നു. അതിനു മറുപടി നൽകുവാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ശരത്ചന്ദ്ര മേനോൻ തയ്യാറായി. ശ്രീധരൻ നായർ ഉൾപ്പെടെയുള്ളവരുടെ കൃഷിസ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന കാനംവിള പഞ്ചായത്തിൽ കൃഷി ആരംഭഘട്ടത്തിൽ 2.5-നും 6.5-നും സെന്റിമീറ്ററിനിടയിലുള്ള കൃഷിക്ക് ഉത്തമമായ മഴയാണ് ലഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ മിതമായ മഴ ലഭിച്ചതുകൊണ്ട് ജലം കണ്ടത്തിൽ കെട്ടി നിൽക്കുന്നതിനും മണ്ണിൽ ലയിക്കുന്നതിനും സൗകര്യമുണ്ടായി. അപ്പോൾ കാലാവസ്ഥയുമല്ല വില്ലൻ. സദസ്സിലിരുന്നവർ മുഖത്തോട് മുഖം നോക്കി. എന്നാൽ വിത്തിന്റെ കുഴപ്പം തന്നെ. സദസ്സിലിരുന്ന മുതിർന്ന കർഷകൻ ആരോടുമില്ലാതെ ഉച്ചത്തിൽ പറഞ്ഞു. ഇത് കേട്ട കൃഷി ഓഫീസർ രാകേഷ് തമ്പി എഴുന്നേറ്റ് പറഞ്ഞു, വിത്തും വളവും ഈ കൃഷിനാശത്തിന് ഒരിക്കലും കാരണമായിട്ടില്ല. ഇന്ന് കേരളത്തിൽ പല വിളകളിലും ഏറെ കൃഷി ചെയ്യുന്നതും പ്രതിരോധ ശക്തി കൂടിയതുമായ സ്വർണ്ണഞവര എന്ന വിത്താണ് ശ്രീധരൻ നായർ കൃഷി ചെയ്തിട്ടുള്ളത്. ഈ വിത്ത് വളക്കൂറ് കുറഞ്ഞതും അമ്ലത്വം സ്ഥായിയല്ലാത്ത മണ്ണിലും പുഷ്ടിയോടെ വളരുമെന്ന് മാത്രമല്ല, നല്ല വിളവും ലഭിക്കും. ശ്രീധരൻ നായർ യഥാസമയം കൃഷിക്ക് അടിവളമായി ചാണകം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്വർണ്ണഞവര എന്ന വിത്തിനത്തെക്കുറിച്ചുള്ള കൃഷി ഓഫീസറുടെ ആവേശത്തോടെയുള്ള അഭിപ്രായം കേട്ടതും സദസ്സിലുള്ള കൃഷിക്കാർ ഒറ്റ ശ്വാസത്തിൽ വിലയിരുത്തി വിത്തിന്റെ തകരാറുമല്ല എന്ന്. വീണ്ടും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ആ യോഗത്തിന് വിഷയമായി. പക്ഷേ കൃഷിനാശത്തിന്റെ കാരണം മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ യോഗം അവസാനിച്ചു. എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ഓഫീസിലെ രജിസ്റ്ററിൽ കൃഷിനാശത്തിന്റെ കാരണം എഴുതുവാനുള്ള കോളത്തിൽ എന്തെഴുതണമെന്ന് വിഷമിച്ചിരിക്കുന്ന കൃഷി ഓഫീസറുടെ അടുത്തേക്ക് പുതുതായി ജോലിക്ക് കയറിയ ഓഫീസ് അസിസ്റ്റന്റ് അഭിലാഷ് കെ നായർ എന്ന് പറഞ്ഞു, സാർ, ആ കോളത്തിൽ കൃഷിനാശത്തിന്റെ കാരണം ശ്രീധരൻ നായരുടെ സമയദോഷം എന്നെഴുതിയാലോ? ഇത് കേട്ട രാകേഷ് തമ്പി പരിസരം മറന്ന് ചിരിച്ചുപോയി. യോഗാളിൽ നിന്നും ഇറങ്ങിയ ശ്രീധരൻ നായരുടെ മനസ്സ് ബാങ്കിൽ നിന്നുള്ള ജപ്തി ഭീഷണിയും വീട്ടിൽ കയറിയിറങ്ങുന്ന പലിശക്കാരുടെ ശല്യവും ഓർത്ത് വ്യാകുലപ്പെടുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നീറുന്ന മനസ്സുമായി ശ്രീധരൻ നായർ തൻ്റെ വയൽ വരമ്പിലൂടെ നടന്നു വരുമ്പോൾ അവശേഷിക്കുന്ന നെൽമണികളെ വിശപ്പിൻ്റെ ആവേശത്താൽ കാക്കകളും തത്തക്കിളികളും പ്രാവുകളും കൊത്തിത്തിന്നുമ്പോൾ അവർ അറിയുന്നുണ്ടായിരുന്നില്ല ഇത് ഒരു സാധു കർഷകന്റെ വിയർപ്പിന്റെ ഫലമാണെന്ന്. വീട്ടിന്റെ മുന്നിലെത്തിയ ശ്രീധരൻ നായർ കണ്ടത് തന്നെ കാത്തു നിൽക്കുന്ന പലിശക്കാരെയാണ്. നായരെ കണ്ടതും ഇരയെ കണ്ട ക്രൂരമൃഗത്തിന്റെ ആവേശത്തോടെ അവർ ശ്രീധരൻ നായരുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വച്ച് കേൾക്കാൻ കൊള്ളാവുന്നതും അല്ലാത്തതുമായ വാക്കുകൾ വാരി വിതറി ദേഷ്യം തീർത്തു.
എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ശ്രീധരൻ നായരുടെ നിശബ്ദ അവരെ രോക്ഷാകുലരാക്കി. പിന്നെ അവർ പറഞ്ഞതൊന്നും കേൾക്കാനുള്ള ത്രാണി നായർക്കില്ലാതെ ആ പടിത്തിണ്ണയിലിരുന്നു. നാളെ ഞങ്ങൾ വീണ്ടും വരും, തുകയും പലിശയും മുഴുവനായി കിട്ടണം, ഇല്ലെങ്കിൽ ഇതായിരിക്കില്ല അവസ്ഥ എന്ന് പറഞ്ഞ് അവർ മടങ്ങി. ഇതെല്ലാം കണ്ട് കരയുകയായിരുന്നു ഭാര്യയും ഏക മകളും. അതായിരുന്നു ശ്രീധരൻ നായരെ ഏറെ വേദനിപ്പിച്ചത്. അത് കണ്ടു നിൽക്കുവാൻ അദ്ദേഹത്തിനായില്ല. പിന്നെ എന്തോ ഉറച്ച തീരുമാനമെടുത്ത് മുറിക്കകത്ത് കയറി കഥ കടച്ചു. ഭാര്യയെയും മകളെയും തനിച്ചാക്കി ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുന്ന ഭീരു എന്ന് നായർ സ്വയം ശപിച്ചു. പിന്നെ കൃഷി ആവശ്യത്തിനായി വാങ്ങിവച്ചിട്ടുള്ള കീടനാശിനി കുപ്പി പുറത്തേക്കെടുത്തു. കണ്ണുകൾ അടച്ച് കുപ്പി തുറന്ന് ചുണ്ടോട് ചേർത്തതും അച്ഛാ അച്ഛാ വാതിൽ തുറക്കും. മുറിക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് മകൾ വിളിക്കുന്നു. വിവാഹം കഴിഞ്ഞ ഏറെ വർഷങ്ങൾക്ക് ശേഷം നേർച്ചയിലൂടെയും വഴിപാടുകളിലൂടെയും ഞങ്ങൾക്ക് ലഭിച്ച ഏക മകളുടെ കരച്ചിൽ അവഗണിക്കുവാൻ ആ പിതാവിനായില്ല. കയ്യിലിരുന്ന കുപ്പി അടപ്പ് മുറുകി കട്ടിലിനടിയിൽ ഒളിപ്പിച്ച ശേഷം വാതിൽ തുറന്ന് പുറത്തിറങ്ങി. കരഞ്ഞ് തളർന്നു നിൽക്കുന്ന മകളെ ശ്രീധരൻ നായർ ചേർത്ത് പിടിച്ച് ആ കണ്ണുനീർ തുടയ്ക്കുമ്പോഴും നാളെ പണത്തിനായി എത്തുന്നവരുടെ രൂപവും പ്രവൃത്തികളും നായരുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. മോളെ, നീ അപ്പുറത്തേക്ക് പൊയ്ക്കോളൂ, അച്ഛൻ അല്പനേരം ഒറ്റയ്ക്കിരുന്നോട്ടെ. അച്ഛൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ അവൾ പുറത്തേക്ക് പോയി. ശ്രീധരൻ നായർ മുറിക്കകത്ത് കയറി വാതിലടച്ചു. വിറയാറുന്ന കൈകൾ കൊണ്ട് കട്ടിലിനടിയിൽ സൂക്ഷിച്ച കുപ്പി പുറത്തേക്കെടുത്തു. മരണമാണ് തനിക്ക് അവശേഷിച്ച ഏക മാർഗമെന്ന് നായർ വിധി എഴുതി കഴിഞ്ഞിരുന്നു. കുപ്പിയുടെ അടപ്പ് മെല്ലെ തുറന്നു. മുറിക്ക് പുറത്തിരിക്കുന്ന ഫോൺ ബെല്ലടിക്കുന്നു. അത് കാര്യമാക്കാതെ തൻ്റെ പ്രവൃത്തികൾക്ക് ആക്കം കൂട്ടി ശ്രീധരൻ നായർ. അതാ പുറത്തു നിന്നും വീണ്ടും മകളുടെ ഒച്ച. അച്ഛാ അച്ഛാ വേഗം വന്നേ, കൃഷി ഓഫീസർ രാകേഷ് തമ്പി സാറാ, അത്യാവശ്യമാണെന്ന് പറയുന്നു. പുറത്തേക്ക് ഇറങ്ങണമോ എന്ന് ഒരു നിമിഷം ശങ്കിച്ചു നായർ. ഒടുവിൽ കാര്യമെന്തെന്നറിയാൻ നായരുടെ മനസ്സ് ആഗ്രഹിച്ചു. കുപ്പി മാറ്റിവെച്ച ശേഷം നായർ വാതിൽ തുറന്ന് പുറത്തിറങ്ങി ഫോൺ വാങ്ങി. ഹലോ ഹലോ ശ്രീധരൻ നായരെ, ഇത് ഞാനാ രാകേഷ്. നിങ്ങളുടെ വിള ഇൻഷുറൻസ് അനുവദിച്ച് തുക പാസ്സായി ബാങ്കിൽ വന്നിട്ടുണ്ട്. ബാങ്ക് മാനേജറെ വിളിച്ചു പറഞ്ഞ് നാളെ തന്നെ പോയി തുക കൈപ്പറ്റൂ. മാത്രമല്ല ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളതിനാൽ തുടർന്നും കൃഷി ഇറക്കാൻ ലോൺ പുതുക്കി നൽകാമെന്നും മാനേജർ സമ്മതിച്ചിട്ടുണ്ട്. സന്തോഷം കൊണ്ട് കരഞ്ഞുപോയ ശ്രീധരൻ നായർ തൻ്റെ മകളെ കെട്ടിപ്പിടിച്ചു. ആ ഒരു നിമിഷം മകൾ തനിക്ക് നൽകിയ രണ്ടാം ജന്മം. ശ്രീധരൻ നായരുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തിയ കൃഷി ഓഫീസർ രാകേഷ് തമ്പിക്ക് അപ്പോഴും മനസ്സിനെ അലട്ടുന്ന ഒരേ ഒരു ചോദ്യമായിരുന്നു, നായരുടെ കൃഷി നശിക്കാൻ എന്താ കാരണം? ചിലപ്പോൾ ഓഫീസ് അസിസ്റ്റന്റ് പറഞ്ഞതുപോലെ ശ്രീധരൻ നായരുടെ സമയദോഷമായിരിക്കും. അങ്ങനെ കൃഷി ഓഫീസർ സമാധാനിച്ചു.